എസ് പിയുടെ ഏറ്റവും വലിയ തലവേദന. അതെ, കാര്യങ്ങളുടെ പോക്ക് എനിക്ക് കൃത്യമായിട്ട് പിടികിട്ടി. ഈ രണ്ട് മക്കളുടെ ഇടയിൽ കൂടെ കയറി സ്വന്തം മകന് സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കളിയാണ് ആ ഹിന്ദി ആന്റി കളിക്കുന്നത്, അല്ലേ? അതെ. ആര്യനും ചൈത്രയും പരസ്പരം കണ്ട തലതല്ലി കയറുന്ന വിധത്തിലാക്കിയത് ഈ ദിവ്യപ്രഭ ഒറ്റ ആളാ. ഈ കുളങ്കലയ്ക്ക് മീൻ പിടിക്കുന്ന പരിപാടിയില്ലേ, അത് തന്നെ. ആ നമുക്കിതൊക്കെ പറയാന്നല്ലാതെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഒരു മാസത്തേക്ക് എനിക്ക് ഇവിടെ ഫുൾ സ്വാതന്ത്ര്യം കിട്ടിയ ഈ രണ്ടുപേരെയും ഞാൻ എക്സ്ട്രാ ഡീസന്റ് ആക്കി 2 മുയൽ കുഞ്ഞുങ്ങളാക്കി തരാം. പിന്നെ വല്ല ക്യാരറ്റോ ബീട്രൂട്ടോ കൊടുത്ത് വളർത്തിയാ മതി. പക്ഷേ നിന്നെ ഇതിനകത്ത് കേറ്റുന്നതേ മുയലിനെ കുറുക്കനെ കാവൽ നിർത്തുന്ന പോലെയാ. കുറുക്കനെങ്കിലാന്ന് മനസ്സിലായി, ഞാനാണോ മുയൽ? ഞാനൊരു തമാശ പറഞ്ഞപ്പോ നീ അത് തിരിച്ച് എനിക്കിട്ട് തന്നെ വെച്ചോ. എന്നെ ഇതിനകത്തോട്ടൊന്ന് കേറ്റി വിട്, പിന്നെ നമുക്ക് ഫുൾ കോമഡി ആക്കാം. എന്ത് പേര് പറഞ്ഞ് നിന്നെ ഇതിനകത്ത് കേറ്റും? നീ വലിയ കോടീശ്വരനല്ലേ? അതൊന്നും സാരമില്ലെന്നേ, ഞാനൊരു പരോപകാരിയായ കോടീശ്വരനാണല്ലോ. ഒരു മാസത്തേക്ക് അങ്കിളിന്റെ പോസ്റ്റ് എനിക്ക് തന്നാൽ മാത്രം മതി, എല്ലാം ഞാൻ റെഡിയാക്കി തരാം. എന്റെ കഞ്ഞി തന്നെ പാറ്റയുടെ ഇറങ്ങിയിരിക്കണോ? അങ്ങനെയാണെങ്കിൽ നിന്നെ ട്രാവൽ ഏജന്റ് ആക്കുന്ന കാര്യത്തില് എനിക്കൊന്നുകൂടെ ആലോചിക്കേണ്ടി വരും. സ്വാമി അങ്കിളെ, എടാ, നീ പറഞ്ഞതുപോലെ ഞാൻ പ്രസന്റേഷൻ വാങ്ങി SP അങ്കിളുടെ വീട്ടിലെത്തി. ഇവിടെ എങ്ങും കല്യാണം നടന്നതിന്റെ ഒരു ലക്ഷണം പോലും കാണുന്നില്ലല്ലോ. ഞാനിവിടെ വീടിന്റെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ. നീ ഇതെവിടാ നിൽക്കുന്നേ? ഞാൻ ഇവിടെ ഒരു വാഴ പോലും കാണുന്നില്ല. പിന്നെ പുറത്തൊരു കാർ മാത്രം കിടപ്പുണ്ട്. നീ ഇത് ആരുടെ വീടിന് മുമ്പിലാ വായു? മുഴുവൻ പറയടാ. നിന്നെയും വിശ്വസിച്ച് പ്രസന്റേഷൻ വാങ്ങി ഇവിടേക്ക് വന്ന ഞാനിപ്പോ വെറും വായി നോക്കി അല്ലേ? അല്ല, അത് പിന്നെ ധ്വനി, നിനക്ക് ഒരു അബദ്ധം പറ്റിയെന്ന് തോന്നുന്നു. അതെടാ, നിന്നെ കണ്ടതിന്റെ അന്ന് തൊട്ട് എനിക്ക് അബദ്ധം മാത്രമേ പറ്റിയിട്ടുള്ളൂ. ഓ അയ്യോ, അതല്ല, ഈ വധൂവരന്മാര് വന്ന വീടേ ചെറുതായിട്ടൊന്നും മാറിപ്പോയി. SP അങ്കിളിന്റെ വേറൊരു വീട്ടിലേക്ക് അവര് വന്നേ. അത് നിന്നെ വിളിച്ചു പറയാൻ ഞാൻ മറന്നുപോയി. എടാ 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 വൃത്തിയിട്ടോനെ, ആര്യനെ കാണാനായിട്ട് പാർലറിൽ പോയി മേക്കപ്പ് ചെയ്തിട്ടാ ഞാൻ ഇവിടെ വന്നത്. ഇപ്പൊ തന്നെ വിയർത്തു കുളിച്ച് പകുതി മേക്കപ്പ് ഒലിച്ചു പോയി. എന്നിട്ടിപ്പോ എന്റെ ഡെസ്റ്റിനേഷൻ മാറിപ്പോയെന്നാണ് നീ പറയുന്നത്? നീ ചൂടാവാതെ, ഞാൻ നിനക്ക് പുതിയ ലൊക്കേഷൻ അയച്ചു തരാം. നീ ഒന്നുകൂടെ പാർലറിൽ പോയി പുട്ടിയിട്ട് ഒരു ഓട്ടോ പിടിച്ചു വാ. ഇനി പാർലറിൽ പോ, നീ എനിക്ക് കാശ് തരുമോ? ഏട്ടൻ തന്നത് മുഴുവൻ തീർന്നു. എങ്കിൽ പിന്നെ നീ ബാഗിൽ കൊണ്ടു നടക്കുന്ന ഈ ചാന്തും കൺവെൻഷൻ കിടിപിടിയൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്. എന്തായാലും ഇവിടെ ഗസ്റ്റുകളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല, നീ പതുക്കെ വന്നാ മതി. നീ എന്തെങ്കിലും ചെയ്യടാ പട്ടി. ആരാ? മനസ്സിലായില്ല? ഞാൻ ആര്യനെ കാണാൻ വന്നതാ. ആര്യൻ സാറ് നല്ല ഫിറ്റാ, ഇപ്പൊ കാണാൻ പറ്റിയ പരുവത്തിലല്ല. അപ്പൊ ആര്യൻ ഇവിടെ ഉണ്ടോ? എനിക്കൊന്ന് കാണണം. അത് വേണോ? ഇപ്പൊ എന്തെങ്കിലും സംസാരിച്ച തന്നെ സാറിന് നാളെ ഓർമ്മ കാണാൻ സാധ്യതയില്ല. എന്നാലും എനിക്കൊന്ന് കാണണം ചേട്ടാ, വളരെ അത്യാവശ്യം ആയതുകൊണ്ടാ. ശരി, എനിക്ക് അകത്തേറിയിരിക്കും. എടാ, ആര്യൻ നീ വീട്ടിലുണ്ടടാ? ഞാനും ഇപ്പൊ ഒരാള് പറഞ്ഞറിഞ്ഞു, അതാ ഞാൻ ഉടനെ വിളിച്ചേ. എടി, അയാൾ ഫുൾ ടൈം വെള്ളമാണെന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്നൊരു മൊണ്ണ പറഞ്ഞ് ഇപ്പോഴും ഫിറ്റാണെന്ന് ഞാൻ അറിഞ്ഞു. എന്തായാലും ആര്യനെ കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് വരാം. എടി, കുടിച്ച് ബോധമില്ലാതെ അയാൾ നിന്നോട് മോശമായിട്ട് പെരുമാറുവോ? എന്റെ അനുഭവത്തിൽ മദ്യപിക്കുന്ന പുരുഷന്മാർ പെൺകുട്ടികളെ റെസ്പെക്ട് ചെയ്യുന്നവരാണ്. ആര്യനും അങ്ങനെ ആയിരിക്കും. ഇപ്പൊ നീ അയാളെ കേറി മുട്ടുന്നത് റിസ്ക് ആണേ? ഒരു റിസ്കും ഇല്ല. അഥവാ മോശമായി പെരുമാറിയല്ലേ, എന്റെയില്ലേ പെപ്പർ സ്പ്രേ ഉണ്ട്, കണ്ണിലേക്ക് തന്നെ വെച്ച് ഞാൻ അടിച്ചു കൊടുക്കും. എടി, ഇങ്ങനെ ഒരു കുടിയനെ നിനക്ക് വേണോ? എന്റെ ഭാവി ഹസ്ബൻഡ് ഒരു കുടിയനായ കോടീശ്വരനായാലും കുഴപ്പമില്ല. കല്യാണം കഴിഞ്ഞ് ഞാൻ മാറ്റിയെടുത്തോളാം. അല്ലടി, എന്നാലും നീ കൂടുതൽ നെഗ് അടിക്കാതെ ആ ലൊക്കേഷൻ അയക്ക്. ആരിനെ കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് വരാം.
ഹലോ. ആര്യൻ കുഴപ്പക്കാരനാണെന്ന് സ്വാമികൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്ക് ഈ വെട്ടുകേസ് അയാളുടെ മുന്നിൽ ചെന്ന് ചാടി കൊടുക്കുന്ന ആര് കണ്ടു? എന്റെ പ്രവർത്തന ശൈലി മാറ്റാമെന്ന് ഒരങ്കിളും കരുതണ്ട. കർമ്മ മേഖലയിൽ ഒരു യാഗാശ്വത്തെ പോലെ ഞാൻ കുതിക്കും. ഇപ്പൊ തന്നെ അങ്കിള് പറഞ്ഞ ആ പഴയ കിളവൻ നേതാക്കന്മാരൊക്കെ പൊക്കിയടിച്ചൊരു വീഡിയോ ചെയ്തേക്കാം. ജയ് ഹിന്ദ്. ഹലോ, കുട്ടിയുടെ കാര്യം ഞാൻ ഇപ്പം മനസ്സിൽ ഓർത്തതേ ഉള്ളൂ. ജോലിയുടെ കാര്യമൊക്കെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞില്ലേ? കുട്ടി എന്നാ എന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് വരുന്നത്? വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാ, ഒരു രാത്രി നമ്മൾ അവിടെ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ജോലിയായിട്ടങ്ങ് കൂടുവന്നേ. പിറ്റേ ദിവസം രാവിലെ അപ്പോയിന്റ്മെന്റ് ഓർഡർ കുട്ടിയുടെ കയ്യിലങ്ങെത്തും. ഞാൻ പിന്നെ വിളിക്കാം. വേറൊരു വള്ളിക്കെട്ട് വരുന്നുണ്ട്. ഒന്ന് മുട്ടി നോക്കാം. ചേച്ചി, ചേച്ചി എന്നെ അനുഗ്രഹിക്കണം. അല്ല, പ്രായം കൊണ്ട് ഞാൻ മുതിർന്നതായിരിക്കും, പക്ഷെ സ്ഥാനം കൊണ്ട് എന്റെ ഭാര്യയുടെ ചേച്ചിയാണ് ഈ ശില്പ ചേച്ചി. എന്നെ ഇനിയൊരു കുഞ്ഞനുജനായിട്ട് കാണണം. മറ്റൊരു കണ്ണോടുകൂടി കാണരുത്. വേറെ കണ്ണുകൊണ്ട് നോക്കിയത് ഞാനല്ല, മിഥുന. നിങ്ങളെപ്പോലുള്ളവര് പെണ്ണുങ്ങളെ നോക്കുന്നത് ആ ഒരു കണ്ണു വെച്ച് മാത്രം. അതൊക്കെ എന്റെ പൂർവാശ്രമത്തിൽ പറ്റിപ്പോയതാ. അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കില്ല ചേച്ചി. ചെയ്ത തെറ്റുകളൊക്കെ പൊറുക്കണം. ഇനി ഞാനൊരു പുതിയ മനുഷ്യനായിട്ട് ജീവിച്ചോളാം. എന്റെ കണ്ണ് തുറപ്പിച്ചത് ചേച്ചിയാ. എനിക്ക് മാപ്പ് തന്നെന്ന് പറയ് ചേച്ചി. ടച്ച് ചെയ്യണ്ട. മിഥുൻ നന്നായിന്ന് സ്വന്തം പ്രവൃത്തിയിലൂടെ തെളിയിച്ചാ മതി. ഓക്കെ ഓക്കെ, ഞാൻ തെളിയിക്കും. എന്റെ കീർത്തിക്കുണ്ടാകുന്നത് ഒരു പെൺകുഞ്ഞാണെങ്കിൽ അവൾക്ക് ഞാൻ ചേച്ചിയുടെ പേരിടും. എന്റെ ആത്മാർത്ഥത അപ്പോഴേ ചേച്ചിക്ക് മനസ്സിലാവും. ഈ ലड़की ഭയ്യയുടെ കമരയിലേക്കാണല്ലോ പോയത്. വഹാ ക്യാ ഹോഗാ? ഓ, സംഗം. പിതാ പുത്രി സംഗമം. ഇപ്പൊ തന്നെ ചൈത്ര ബേട്ടി വിളിച്ച് ഈ അപൂർവ സംഗമം കാണിച്ചു കൊടുക്കാം.